ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിഷിൻ്റെ പേരാണ് ഫിഷ് ആൻഡ് ചിപ്സ്. ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഈ പറഞ്ഞ എൻ്റെ രണ്ടാമത്തെ മോൻ മീൻ കഴിക്കുകയല്ല, അവൻ പോലും കഴിക്കുന്ന ഒരു സാധനമാണ് ഇത്. എന്നാന്ന് വെച്ചാൽ അതിനകത്ത് ഒരു എന്താ പറയുക, ഒരു ക്രംഡ് ഫിഷിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, ഒരു എണ്ണിപ്പെറുക്കി ഒരു 4-4 അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഏറ്റവും എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. ഇനി വേണ്ട കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ വെജിറ്റബിൾ ഓയിൽ ഏതായാലും മതി, വെളിച്ചെണ്ണ വേണ്ട, കുറച്ച് കുരുമുളക് പൊടി, ഇച്ചിരി ഉപ്പ്, ഇച്ചിരി ദേശക്കാട്ടിയുള്ള മീനാണ് ഇതിന് ഏറ്റവും നല്ലത്, ഇച്ചിരി വെളുത്തുള്ളി, മുട്ട, കുറച്ച് ബ്രെഡ് ക്രംസ്. ഇത്രയും സാധനമേ വേണ്ടുള്ളൂ. ഇനി എന്നാന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇവിടെ ഞാൻ ഇച്ചിരി ദേശക്കട്ടിയുള്ള മീനാണ് മേടിച്ചേക്കുന്നത്. ഇതിനകത്ത് ഏത് തരം മീൻ വേണോ എന്ന് വെക്കാനും കുഴപ്പമില്ല എന്ന് പറയാൻ ഒക്കത്തില്ല. കാര്യം ചില ഡിഷസ് ഉണ്ടല്ലോ അതിൻ്റേതായ രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പം നെമ്മീൻ തന്നെ വേണം എന്നില്ല, ദേശക്കട്ടിയുള്ള ഏത് മീനായാലും ഒരു സ്ക്വയർ ഷേപ്പിന് മുറിക്കുകയോ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഒരു ഷേപ്പ് അതിനനുസരിച്ച് മുറിക്കാം. കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറയാൻ എക്സാമ്പിൾ, നമ്മളൊരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മുറിക്കുമ്പോഴത്തേക്ക് അതിനൊരു ഷേപ്പുണ്ട്, ആ ഷേപ്പിന് മുറിക്കുകയാണെങ്കിലും നല്ലതാണ്. അത് ഈ പറഞ്ഞ പോലെ സ്ക്വയർ ഷേപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, അതല്ല റെക്ടാങ്കിളോ ഏത് ഷേപ്പ് ആണെങ്കിലും പ്രശ്നമില്ല. പക്ഷേ ഇച്ചിരി ദേശക്കട്ടി വേണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ അതങ്ങ് പൊടിഞ്ഞു പോകും. ഇതിനകത്ത് ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മീൻ എടുത്തേച്ച് ഇച്ചിരി ഉപ്പിട്ടിട്ട് കുറച്ച് കുരുമുളക്, ഇച്ചിരി വെളുത്തുള്ളി. ഇനി ഈ വെളുത്തുള്ളി ഞാൻ ഇടാൻ കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ മോസ്റ്റ്ലി എല്ലാ വീടുകളിലും ഈ ഗാർലിക് പൗഡർ കിട്ടാൻ വലിയ പ്രയാസമാണ്, നമ്മുടെ കാണുകയില്ല. അപ്പം അങ്ങനെ ആന്നേൽ ഇച്ചിരി വെളുത്തുള്ളി ഇടുന്നതാ നല്ലത്. ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി അടുത്ത എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മുട്ടയില്ലേ അതിനെ പൊട്ടിച്ച് ഇതിനകത്തോട്ട് നമ്മൾ മീനിനകത്ത് എന്നാക്കിയാ ചേർത്തേക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം ഇതിനകത്തും ചേർക്കണം. ഒരിച്ചിരി ഒരു നുള്ളു ഉപ്പിട്ടേച്ചാൽ മതി. ആ മീനിനകത്ത് ഉപ്പുണ്ടേ, ഒരു ഇച്ചിരി കുരുമുളക്, ഇതിനകത്തോട്ടും ഒരു ഇച്ചിരി വെളുത്തുള്ളി വെച്ച് ഇത് നല്ലതായിട്ടൊന്ന് അടിക്കും. ഇനിയാന്നു നമുക്ക് എണ്ണ നല്ല അസലായിട്ട് ചൂടാക്കും. നല്ല ചൂടായ എണ്ണയിലാന്നു നമ്മളിത് വറുക്കാനുള്ളേ. ഇതിന് വെജിറ്റബിൾ ഓയിലാന്നു ഏറ്റവും നല്ല, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. വെളിച്ചെണ്ണ ഉപയോഗിച്ച ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറയുന്ന സാധനം ബേസിക്കലി ഒരു എബ്രോഡ് സ്റ്റാർട്ടർ, എബ്രോഡിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഡിഷാന്നു. അതുകൊണ്ട് അവർ ഏറ്റവും കൂടുതൽ ഒന്നെങ്കിൽ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ ഗ്രേപ്പ് സീഡ് ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനത്തെ വെച്ച് ഉപയോഗിക്കുന്ന. പക്ഷേ ഇതൊന്നും നമുക്കിവിടെ നാട്ടിൽ കിട്ടുകയില്ല. പക്ഷെ ഒലീവ് ഓയിൽ കിട്ടും, ഗ്രേപ്പ് സീഡ് ഓയിലൊക്കെ കിട്ടാൻ വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. അന്നേരം നമ്മൾ ഏറ്റവും നമുക്ക് കംഫർട്ടായിട്ടുള്ളത് ഏത് വെജിറ്റബിൾ ഓയിലാണെന്ന് വെച്ചാൽ അത് ഒഴിച്ചേച്ചാൽ മതി. പിന്നെ അഥവാ ചിലരുടെ വീട്ടിലൊക്കെ ഗാർലിക് പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മീനിലും നമ്മൾ മുട്ടയിലും വെളുത്തുള്ളി ഇട്ടു, ഇത് രണ്ടും ഒഴിവാക്കി വെച്ച് 1 സ്പൂൺ ഗാർലിക് പൗഡർ നമ്മുടെ ബ്രെഡ് ക്രംസിലോട്ട് ഇട്ടേച്ചാൽ മതിയേ. അല്ലാതെ വേറെ ഒന്നിലും ചേർക്കണ്ട, അതായത് മീനിലും ചേർക്കണ്ട, ഈ പറഞ്ഞ പോലെ മുട്ടയിലും ചേർക്കണ്ട, സ്ട്രെയിറ്റ് ആയിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇടുക. പിന്നെ ഞാൻ ചെയ്യുന്ന സെയിം പ്രൊസീജിയേഴ്സ് ചെയ്തേച്ചാൽ മാത്രം മതി. നമ്മുടെ എണ്ണ നോക്കി പുക പോകുന്നുണ്ട്, അത്രയ്ക്ക് ചൂടായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ഇച്ചിരി സിമ്മാക്കിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ നമ്മൾ മീൻ എടുത്തേച്ച് ഫസ്റ്റ്
ബ്രെഡ് ക്രംസിൽ മുക്കണം. അതിനകത്ത് വെളുത്തുള്ളിയൊക്കെ പറ്റി പിടിച്ചിരിക്കുവാണെങ്കിൽ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇതിന് നേരെ നമ്മുടെ മുട്ടയിലോട്ട് ഇടുക. പിന്നെ സ്ട്രെയിറ്റ് ബ്രെഡ് ക്രംസിലേക്ക്. കട്ട്ലേറ്റ് ഒക്കെ കോട്ട് ചെയ്യുന്ന കൂട്ട് തന്നെ ചെയ്യണേ. അതേപോലെ സെക്കൻഡ് പീസ്. സിമ്മേന്ന് ഒരു ഇച്ചിരിയും കൂടി തീ കൂട്ടി വെച്ച്, മീനിനധികം വേവില്ല, പക്ഷേ എന്നാലും നമ്മൾ ഡബിൾ കോട്ടിങ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഒരു ഇച്ചിരി നേരം അതൊന്ന് വെന്ത് വേണം നമ്മളതിനെ ഒന്ന് മുരിച്ചെടുക്കാൻ. കട്ട്ലേറ്റിനോളം മുരിഞ്ഞാൽ മതിയാവും, വേറെ ഒന്നുമില്ല. ഇതിനൊരു ചെറിയ ഫിഷ് ഫിംഗറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ധൃതി പിടിച്ചാൽ ഒട്ടും ഒക്കുകയില്ല. ഞാൻ 2 എണ്ണം വീതം ഇടുന്ന എന്നാന്നറിയാവോ, സിമ്മയിലിട്ടേച്ച് ആ ഉള്ളിലൊന്ന് വേവണം. ശരിക്കും ഒരു പച്ച ആ ഒരു ചുവ വരാൻ പാടില്ലേ. പിന്നെ ആണെങ്കിൽ ഈ മീൻ ഒരു ഇച്ചിരി നേരം ഒരു ഉപ്പും കുരുമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് പുരട്ടി വെക്കാമെങ്കിൽ ആ മീനിനൊക്കെ ഒരു ഉലുമ്പ് ചുവ വരുമെന്ന് പറയുവേ, അതെല്ലാം അങ്ങ് മാറും. ധൃതി കൂട്ടിയൊന്നും ചെയ്യരുത്. പതുക്കെ ചെറിയ സിമ്മയിലിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഞാൻ ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫിഷ് ആൻഡ് ചിപ്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പിന്നെ വലിയൊരാണെങ്കിലും ഒരു സ്റ്റാർട്ടറായിട്ട് എടുക്കുകയുള്ളൂ.